നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനം നമുക്ക് ആരാണ് വഴികാട്ടുന്നത് എന്നതാണ്. ചില ആളുകൾക്ക് അമ്മയാകാം, അച്ഛനാകാം, അമ്മമ്മയാകാം, അപ്പൂപ്പനാകാം, അധ്യാപകരാകാം, എന്തിന് സെലിബ്രിറ്റീസാകാം, ഇൻഫ്ലുവൻസേഴ്സാകാം. ഇങ്ങനെ ഒരുപാട് നിരകൾ തന്നെ നമ്മുടെ റോൾ മോഡൽ കാറ്റഗറിയിലുണ്ട്. എന്നാൽ എന്താണ് റോൾ മോഡൽ? നമ്മുടെ ഏതെങ്കിലും പ്രായത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ അനുകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെയാണ് നമ്മൾ റോൾ മോഡലായിട്ട് പറയുന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു റോൾ മോഡൽ ഉണ്ടായിരിക്കും. ഈ റോൾ മോഡൽ നമ്മുടെ ജീവിതത്തിനെ എങ്ങനെയാണ് മാറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു റോൾ മോഡലിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടിപ്പ് നമ്പർ 1, നമ്മൾ ഒരു റോൾ മോഡലിനെ എടുത്തു കഴിഞ്ഞാൽ അനുകരിക്കുക, അല്ലാതെ കോപ്പി ചെയ്യരുത്. നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്, ഒരു റോൾ മോഡലിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ റോൾ മോഡൽ എന്താണോ അതാകാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവരുടെ നല്ല ക്വാളിറ്റീസ് കാണും. ആ ക്വാളിറ്റിയെ നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മുടെ ലൈഫിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ കോപ്പിയല്ല ചെയ്യുന്നത്, അവരെ നമ്മൾ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും അനുകരിക്കുന്നത്. എക്സാമ്പിളായിട്ട് യൂസഫ് അലി സാറിൻ്റെ കഠിനാധ്വാനവും ബിസിനസ്സിൻ്റെ ഗ്രോത്തും എല്ലാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് സാറിനുള്ളത്. ഒരിക്കലും സാർ എന്താണോ അതുപോലെ നമുക്കൊരിക്കലും ചെയ്യാനായിട്ട് പറ്റില്ല. അതേസമയം സാറ് ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മുടെ ലൈഫിലോട്ട് അപ്ലൈ ചെയ്യുക. രണ്ടാമതായിട്ട്, നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഓരോരോ റോൾ മോഡലിൻ്റെ ഗുണങ്ങൾ പഠിക്കുക. സാധാരണയായിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ റോൾ മോഡലുകൾ കാണാം. എക്സാമ്പിളായിട്ട് അമ്മയുടെ കരുതൽ, അച്ഛൻ്റെ കഠിനാധ്വാനം, അമ്മമ്മയുടെ സഹിഷ്ണുത, അധ്യാപകൻ്റെ പ്രചോദനമുള്ള സംസാര ശൈലി, അപ്പൂപ്പൻ്റെ സമയപരിപാലനം. ഇങ്ങനെ ഒരുപാട് മൂല്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. ഇതെല്ലാം റോൾ മോഡലിൽ വരുന്ന നല്ല ഗുണങ്ങളാണ്. ഏതൊരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും നമുക്ക് വേറൊരാളെ റോൾ മോഡലാക്കുന്ന സമയത്ത് അവരിലുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരിലുള്ള